ഇടുക്കി പെരുവന്താനത്തിനടുത്ത് പുല്ലുപാറയിൽ കെഎസ്ആർടിസിയുടെ വിനോദയാത്രാ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 4 പേരുടെ മരണമുണ്ടായി. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയി മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 34 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബിന്ദു ഉണ്ണിത്താൻ, രമാമോഹൻ, അരുൺ ഹരി, സംഗീത് എന്നീ 4 പേരാണ്. 4 പേരും മാവേലിക്കര സ്വദേശികളാണ്. ഇവർ എല്ലാവരും ഒരുമിച്ച് പോയ യാത്രയിലാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. കുറച്ചുപേർ അപ്പോൾ തന്നെ രക്ഷപ്പെട്ടിരുന്നു. നടന്നു കയറി വന്നവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ 4 പേരുടെ ദാരുണ അന്ത്യമാണ് ഉണ്ടായത്. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചതിന്റെ ആഘാതത്തിലാണ് മാവേലിക്കര. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തവരാണ് യാത്ര പൂർത്തിയാക്കാതെ മടങ്ങിയത്. മരിച്ചവരിൽ പലരുടെയും ബന്ധുക്കൾ ഇപ്പോഴും ചികിത്സയിലുമാണ്. ബിന്ദുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീറ്റിലിരുന്നത് അവരുടെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിനെ പറ്റി യാതൊരു വിവരവുമില്ല. ബാക്കി ആരൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം ഇരുട്ടായിരുന്നു. ഇപ്പോൾ തമ്മിൽ തന്നെ അറിയത്തില്ല. നേരത്തെ ബസ്സിൽ വെച്ചുള്ള പരിചയം മാത്രമേ പുള്ളിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് മാവേലിക്കരയിൽ നിന്ന്. രഘു, അവിടെ നിന്ന് പോയ ബസ്സാണ്. തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ 4 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ബന്ധുക്കളുടെയും മറ്റും പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. എങ്ങനെയാണ് ഈ വിയോഗ വാർത്ത അവിടെയുള്ളവർ കാണുന്നത്? പ്രതികരണങ്ങൾ എന്താണ്? ഈ മാവേലിക്കര KSRTC ഡിപ്പോയിൽ നിന്ന് സ്ഥിരമായി ഇത്തരത്തിൽ ബജറ്റ് ടൂറിസത്തിനായി വിനോദയാത്രകൾ പോകാറുണ്ട്. ഈ അപകടത്തിൽ മരിച്ച ആളുകളൊക്കെ തന്നെ സ്ഥിരമായി ഇത്തരത്തിൽ യാത്ര പോകുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ മരിച്ച രമാമോഹൻ്റെ തന്നെ ബിന്ദുവും അവർ ഭാര്യയും ഭർത്താവും കൂടിയാണ് യാത്ര പോയത്. സ്ഥിരമായി ഇത്തരത്തിൽ KSRTC ബസ് യാത്ര പോയത്. ഇപ്പോൾ നമ്മൾ അവരുടെ വീടുകളിലൊക്കെ ചെന്നപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇവർ എല്ലാവരും ഒരു 60 വയസ്സൊക്കെ 70 വയസ്സൊക്കെ ആയ ആളുകളാണ്. കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ, അതായത് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു റിട്ടയർഡ് ലൈഫൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ വിധി അവരെ വേട്ടയാടിയിരിക്കുന്നത്. രമാമോഹൻ്റെ ഭർത്താവ് മോഹനും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹവും നിലവിൽ ചികിത്സയിലാണ്. മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവിനും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരും സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് ലഭ്യമാകുന്ന വിവരം. ബന്ധുക്കൾ എല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ മരിച്ചത് അരുണും ഒപ്പം തന്നെ സംഗീതുമാണ്. ഇവർ തട്ടാരമ്പലം സ്വദേശികളാണ്. തട്ടാരമ്പലത്തിലൊരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ്. ഇവരും സുഹൃത്തുക്കളാണ്. സ്ഥിരമായി ഇത്തരത്തിൽ യാത്ര പോകുന്ന ആളുകളാണ്. കാരണം പ്രത്യേകിച്ച് ചെറിയ പൈസയ്ക്ക് വളരെ സുഖകരമായി പോകാവുന്ന ഒരു പദ്ധതി കൂടിയാണ് KSRTCയുടെ ബജറ്റ് ടൂറിസം. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് തിരഞ്ഞെടുക്കാറുമുണ്ട്. ഇത്തരത്തിൽ ഇന്ന് ഒരു 10 മണിയോടുകൂടി തിരിച്ച് യാത്ര അവസാനിക്കേണ്ടതാണ് മാവേലിക്കരയിൽ തന്നെ. പക്ഷേ അതിനിടയിലാണ് അപകടമുണ്ടായത്. മാവേലിക്കരയിൽ നിന്നുള്ള ബസ്സായിരുന്നില്ല അത്. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് മാവേലിക്കര ഡിപ്പോ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൊണ്ടുവന്ന ബസ്സാണ്. മാവേലിക്കര ഡിപ്പോയിലെ ബസ് മറ്റൊരു ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി പോയതുകൊണ്ട് ബസ് ഒഴിവില്ലായിരുന്നു. അതുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ നിന്ന് ബസ് കൊണ്ടുവന്നത്. 2 ദിവസം മുൻപ് മാവേലിക്കര ഡിപ്പോയിൽ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അതിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മളോട് സ്റ്റേഷൻ മാസ്റ്റർ സംസാരിച്ചത്. എന്താണ് അപകട കാരണമെന്നറിയില്ല. ഈ ഒരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അപകടത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ പലരുമായി മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്ന് ബന്ധുക്കൾ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളെല്ലാം സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്.